അങ്ങനെ ഇന്നത്തെ സൺഡേ പോലെ തന്നെ നമ്മൾ ഈ സൺഡേയും പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഒരു സീറ്റ് കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയത്. ഈ സീറ്റ് കവർ എങ്ങനെയാണ് കീറിയതെന്ന് വെച്ചാൽ നമ്മൾ മേഘാലയ പോയ സമയത്ത് ഒരു പട്ട് കയറി മാന്തി കീറിയതാണ് കേട്ടോ. ഇത് എന്തോ 250 രൂപ വരുന്നുള്ളൂ. നല്ല സീറ്റ് കവറായിരുന്നു. അങ്ങനെ പോകുന്നവർക്ക് ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ കയറി എടുക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി. ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ് തിരിച്ചിറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ വരാനുള്ള റിസോർട്ടിൽ വന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ വേറൊരു സെക്ഷനായിട്ട്, കഫേ ഉണ്ട് അത് വേറൊരു സെക്ഷൻ, റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് വേറെ, അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ പിനാക്കോട്ട എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടം ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ടേസ്റ്റ് കൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇത് വേണമെന്ന് പറഞ്ഞ് വന്ന് മേടിച്ച് കുടിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റിസോർട്ട് റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനൊരു കഫേയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഇതുമാണ് കേട്ടോ. ഇതിൻ്റെ അകം സെറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ വന്നിരുന്ന് നമ്മൾ മെനു ഒക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കഴിച്ച് തിരിച്ചിറങ്ങിയ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കാറ്റും, മഴയില്ല, മഴ വരുന്നുണ്ട്, അപ്പോൾ ഭയങ്കര കാറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മഴ കാരണം പോകേണ്ടത് കരുതി നമ്മൾ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് വന്നു. അങ്ങനെ എന്നെ ഇറക്കിയിട്ട് ഹസ്ബൻഡ് അവിടെ ഒരു ഫ്രണ്ടിന് ഒരു സാധനം കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ പേരക്കം കണ്ടു. അതൊക്കെ പിച്ചി, ഇത് നെല്ലിക്കയുടെ മരമാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ പിച്ചിയൊക്കെ കഴിച്ചു. ഞാൻ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ആൾ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ബൈ.